Accounting conventions. The term convention denotes customs, traditions which guide the accountant while preparing the accounting statements. The basic difference between concept and conventions are concepts are concerned with maintaining accounting records, whereas conventions are applicable while preparing financial statements. കൺസെപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ്. പക്ഷേ കൺവെൻഷൻ അപ്ലിക്കബിൾ എന്തിനാണ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. Accounting conventions are divided into 4 categories to assist accountants. First one, convention of consistency. Second one, convention of conservatism. Third one, convention of full disclosure. Fourth one, convention of materiality. Convention of consistency. It means to use the same accounting methods for making financial statements in different years. വ്യത്യസ്ത വർഷങ്ങളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്യുക. When we use same accounting methods, it is easy for us to compare the financial statements of different years. സെയിം അക്കൗണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഇയേഴ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാൻ എളുപ്പമാവും. അടുത്തത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. It is also known as the doctrine of prudence. Conservatism is also known as the doctrine of prudence. It is a policy of anticipating possible future losses but not future gains. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോളിസിയാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. എന്നാൽ ബട്ട് നോട്ട് ഫ്യൂച്ചർ ഗെയിൻ, ഭാവിയിലെ നേട്ടങ്ങളല്ല, നഷ്ടങ്ങൾ മാത്രം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ദിസ് ഈസ് ദ ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ദ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഓൺ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is less is based on the convention of conservatism. വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ബേസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ആണ്. വിച്ചെവർ ഈസ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഓൺ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഏതാണ് കുറവ്? വിച്ചെവർ ഈസ് ലെസ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. Convention of materiality. According to this convention, only the material or important facts about the business are to be disclosed ത്രൂ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയൽ ഓർ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് മാത്രമേ വെളിപ്പെടുത്തൂ. മെറ്റീരിയലിറ്റി മീൻസ് ഇമ്പോർട്ടൻറ്റ്, എസെൻഷ്യൽ, റിലവൻറ്റ് എക്സെട്ര. ദ മെറ്റീരിയലിറ്റി കൺസെപ്റ്റ് ഡസ് നോട്ട് അപ്ലൈ വൈൽ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മെറ്റീരിയലിറ്റി കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. അടുത്തത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. According to this principle, business should disclose all significant information. According to this principle, ബിസിനസ്സിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും വെളിപ്പെടുത്തണം. The objective of accounting is to provide true and accurate information. ശരിയായതും കൃത്യവുമായ വിവരങ്ങൾ നൽകുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. Accounting records and statements should be honest and informative. They should not be misleading. Accounting records and statements സത്യസന്ധവും വിജ്ഞാനപ്രദവുമായിരിക്കണം, തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കരുത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് നമ്മൾ നോക്കിയത്. 4 കൺവെൻഷൻസ് ഉണ്ട്. 1 കൺസർവേറ്റിസം, 2 കൺസിസ്റ്റൻസി, 3 ഫുൾ ഡിസ്ക്ലോഷർ, 4 മെറ്റീരിയാലിറ്റി.